മമ്മൂട്ടി ഡബ്ബിങ് രഹസ്യമാക്കി വെക്കണമെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടൊരു ചോദ്യം ചോദിക്കുക. അതായത് ഭാഗ്യലക്ഷ്മി ഡബ്ബിങ്ങിൽ ഒരു വലിയ താരമായി മാറിയപ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് തുടങ്ങി. അത് പക്ഷേ അന്നേരം ഇപ്പോൾ ഒരു സിനിമയിൽ ഇപ്പം ഒരു നടി വന്ന് ഡയലോഗ് പറയുമ്പോൾ ഇത് ഭാഗ്യലക്ഷ്മിയുടെ സ്വരമാണ് എന്ന് ആൾക്കാർ തിരിച്ചറിഞ്ഞത് ഒരു പക്ഷേ നല്ലതാണോ? നല്ലതാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ആവർത്തന വിരസത എന്ന് തോന്നാം. എങ്കിലും ഇതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ അഭിമുഖങ്ങളിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, മദ്രാസിലായിരുന്ന സമയത്ത് നമ്മൾ എന്ത് ജോലിക്ക് പോകുന്നു എന്നതിനെക്കുറിച്ച് സമൂഹം അന്വേഷിക്കില്ല. അവരെ സംബന്ധിച്ച് എല്ലാവരും ജോലിക്ക് പോകുന്നു. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയത്, ഞങ്ങൾ താമസിച്ച കോടമ്പക്കം എന്ന് പറയുന്ന ഏരിയയിൽ, ഞങ്ങൾ താമസിച്ചതിൻ്റെ അപ്പുറത്തെ സ്ട്രീറ്റാണ് മസൂദി സ്ട്രീറ്റ്. ആ സ്ട്രീറ്റിലാണ് സിനിമയുടെ സകല ജൂനിയർ ആർട്ടിസ്റ്റുകളും താമസിക്കുന്നത്. ഇപ്പം എനിക്കറിയില്ല, അന്ന് അങ്ങനെയായിരുന്നു. അപ്പം നമ്മൾ ആ റോഡിൽ കൂടി, നമുക്ക് മെയിൻ റോഡ് കയറണമെങ്കിൽ അതൊരു ഇടവഴിയായിരുന്നു. ആ റോഡിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ ഏതോ സിനിമ സെറ്റിൽ കൂടെയാണോ നടക്കുന്നത്. കാരണം സ്ഥിരം സിനിമയിൽ കാണുന്ന ഈ കൊച്ചു 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 കഥാപാത്രങ്ങളൊക്കെ ഇല്ലേ, കടയിൽ നിൽക്കുക, പിന്നെ ഉത്സവ പറമ്പിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ, അവരൊക്കെ അവിടെ നിന്ന് പല്ല് തേക്കുന്നുണ്ടാവും, പാത്രം കഴുകുന്നുണ്ടാവും, മുറ്റം അടിച്ചു വാരുന്നുണ്ടാവും. ആദ്യമൊക്കെ എനിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. അതിങ്ങനെ അയ്യോ ഇവരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവരെ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നോക്കി നടക്കാം. പക്ഷെ ഒരിക്കലും അവരൊരു ജൂനിയർ ആർട്ടിസ്റ്റാണെന്നോ അവർക്ക് സിനിമയിൽ വലിയ വാല്യൂ ഇല്ലെന്നോ ഒന്നും ആരും വിമർശിച്ചിട്ടോ പരിഹസിച്ചിട്ടോ ഇല്ല. ഞാൻ താമസിച്ച തൊട്ടടുത്തൊരു ക്യാബ്ര ഡാൻസർ, എൻ്റെ നെയ്ബർ ഒരു ക്യാബ്ര ഡാൻസറായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് ISRO ഉദ്യോഗസ്ഥനായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് കളക്ടറേറ്റിലെ പിന്നെ ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അതിൻ്റെ അപ്പുറത്ത് വടപളനി അമ്പലത്തിലെ പൂജാരിയായിരുന്നു. പക്ഷെ നമ്മളാരും തന്നെ ISRO ഉദ്യോഗസ്ഥൻ ഞാൻ ക്യാബ്ര ഡാൻസുകാരുടെ അടുത്ത് താമസിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവരുടെ വിഷയമല്ല. ഈവൻ എന്നെ ഏറ്റവും എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു വിഷയമാണ് അന്ന്. അതായത് ക്യാബ്ര ഡാൻസർ രാത്രി അവർ ഡാൻസ് കളിക്കാൻ പോകുമ്പോൾ ഈ കുഞ്ഞിനെ ഞങ്ങളെല്ലാവരും മാറി മാറിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. നമ്മുടെ കേരളത്തിൽ ചിന്തിക്കാൻ പറ്റുമോ? അവർക്ക് വീട് കൊടുക്കില്ലെന്ന് മാത്രമല്ല, അവരെ പുച്ഛിച്ച്, അവരെ ദ്രോഹിച്ച്, അവരെ ഇനി എന്തെല്ലാം സാമൂഹിക വിരുദ്ധർ എന്ന് സദാചാര വിരുദ്ധർ എന്ന് പറയുന്നവർ. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്നാണ്, അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ കേരളത്തിലേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ പേടിച്ചു പോയി. കാരണം എല്ലാവരെയും സംശയ കണ്ണോടുകൂടെ എല്ലാവർക്കും മാർക്ക് ഇടുന്നവരാണ്. സത്യ എല്ലാവരെയും സംശയ കണ്ണോടുകൂടെ. നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ അത് കള്ളപ്പണമായിരിക്കും, നമ്മൾ ഇത്തിരി കാണാൻ നല്ല അത് മേക്കപ്പ് ആയിരിക്കും. ഇതിങ്ങനെ നമ്മളെ എങ്ങനെ വിമർശിക്കാം അല്ലേ? ഇങ്ങനെ വിമർശിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ഈ ഡബ്ബിങ്ങിന് പോകുമ്പോൾ നമ്മളെ ആരും അറിയുന്നില്ല. എന്ത് ജോലിക്കാണ് പോകുന്നത്? എത്രയോ പിന്നെ മദ്രാസിലൊക്കെ ഇന്ന് രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്തുന്നത് പിറ്റേ ദിവസം രാവിലെ 4 മണിക്കായിരിക്കും. അപ്പം നമ്മൾ 4 മണിക്ക് കാറിൽ ഇറങ്ങി ഇങ്ങനെ ടയേർഡായിട്ട് വരുമ്പോൾ ഈ മുറ്റം അടിച്ച് വരിക ഇവിടുത്തെ പട്ടത്തി, ഞങ്ങളുടെ അടുത്തടുത്ത കുറേ പട്ടന്മാരുടെ ഏരിയ. അപ്പോൾ ഈ ബ്രാഹ്മിൺ സ്ത്രീകളിങ്ങനെ അയ്യോ നേരത്തേക്ക് കാലയിൽ പോയിട്ട് ഇപ്പതാ വറിയാമാ, സീക്കിരം കുളിച്ചിട്ട് സാപ്പിട്ടിട്ട് പടുത്ത് തൂങ്ക്, ഇങ്ങനെ പറയുള്ളൂ. അന്ന് അതിൻ്റെ വാല്യൂ അറിഞ്ഞിരുന്നില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ ഇതേപോലെ രാത്രി ഡബ്ബിങ് കഴിഞ്ഞിട്ട് 12 മണി 1 മണിക്ക് വരുമ്പോൾ ഇന്നലെ പോയിട്ട് രാത്രി 12 മണിക്ക്, അപ്പോൾ നമ്മളെന്തോ ഒരു സംശയത്തിൻ്റെ കണ്ണിലൂടെ നോക്കുക, എന്തോ വൃത്തിയായിട്ട ഒരു പിന്നെ പരിപാടിക്ക് പോയിട്ട് വരുന്ന മാതിരിയുള്ള, എന്നിട്ട് നമ്മളെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുമ്പോൾ കമൻ്റ് അടിക്കുക, പുച്ഛിക്കുക. പോട്ടെ, ഞാൻ എൻ്റെ കാറിൽ പോകുന്നു, എൻ്റെ കാറിൽ തിരിച്ചു വരുന്നു. എനിക്ക് 85 ഒക്കെ 85ലാണ് ഞാൻ തിരുവനന്തപുരത്ത് വരുന്നത്. അപ്പോൾ 85ലൊക്കെ ഞാൻ കുറച്ച് സാമ്പത്തികമായിട്ട് ഇത്തിരി ഭദ്രതയായി, എനിക്ക് വണ്ടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എത്രയോ ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ പോലീസുകാരൊക്കെ വഴിയിൽ തടഞ്ഞു നിർത്തി, മറ്റു പല ഇതിലൊക്കെ അന്നൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിക്കില്ലേ വഴിയിലൊക്കെ. പ്രത്യേകിച്ച് തിരുവല്ലം എന്ന് പറയുന്ന ചിത്രാഞ്ജലി സ്റ്റുഡിയോ ഒരു വിജനമായ സ്ഥലം. അന്ന് ആ വഴി ബസ് പോലും ഇല്ല. അപ്പോൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്തതാ. തീർച്ചയായിട്ടും അങ്ങനെ ഇത് ഇന്ന ആളുടെ ശബ്ദമാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് സമൂഹത്തിൽ കിട്ടുന്ന ഒരു സുരക്ഷിതത്വം ഉണ്ടായി. ഡബ്ബിംഗ് ആർട്ടിസ്റ്റിന് അതിലൂടെ ഒരു അന്തസ്സും തീർച്ചയായിട്ടും ആ സുരക്ഷിതത്വത്തെ കുറിച്ച് ഒരു പക്ഷേ മമ്മൂക്കയ്ക്കോ അല്ലെങ്കിൽ വലിയ സ്റ്റാർസിന് അത് അറിയില്ല. അത് അനുഭവിച്ച സ്ത്രീകൾക്ക് മാത്രമേ അതറിയൂ. ഒരുപാട് മാനസിക പീഡനം പല ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകളും അനുഭവിച്ചിട്ടുണ്ട്.